ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മുടെ ഷോപ്പിന്റെ പണി ആരംഭിക്കുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അതിന്റെ ടെനൻസ് കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്തിയുള്ളൂ. ഇപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ബാധിക്കാനുണ്ട്. കുറച്ച് ഗ്ലാസ് വർക്കും അതുപോലെ വർക്കൊക്കെ ചെയ്യാനുണ്ട്. നമ്മുടെ GCD മാർട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ഈ ഷോപ്പിൽ കിട്ടും. അതേപോലെ തന്നെ പുതിയ പുതിയ കമ്പനികളുടെയൊക്കെ ഡയറക്റ്റ് സാധനം നമ്മുടെ ഷോപ്പ് വഴിയും, അതേപോലെ തന്നെ ആവശ്യക്കാർക്ക് നമ്മുടെ സൈറ്റിൽ നിന്നും അതുപോലെ തന്നെ ഡയറക്റ്റ് അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ വർഷം നമ്മുടെ ഓഫ്ലൈൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച്, എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കൊണ്ട് നമ്മുടെ ആദ്യത്തെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും നമ്മൾ ഇവിടുന്ന് തുടങ്ങി കേരളത്തിന്റെയും അതുപോലെ തന്നെ ഇന്ത്യയുടെയും പല പല ഭാഗങ്ങളിലേക്കും നമ്മുടെ ബിസിനസ് വ്യാപിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ നേട്ടങ്ങളെല്ലാം തന്നെ സാധാരണ ജനങ്ങൾക്ക് കൂടി വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ മിനിമം 20 ടോക്കണെങ്കിലും എടുത്തുകൊണ്ട് ഓരോ കുടുംബങ്ങളും ഈ ജനകീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിക്കൊണ്ട് അവർക്കും കൂടി നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ചിട്ട് തന്നെ, അല്ലെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും അതിനോടൊപ്പം തന്നെ പാവപ്പെട്ട ജനങ്ങളെല്ലാം തന്നെ ഇതിന്റെ എല്ലാവിധ സാമ്പത്തികപരമായിട്ടും മറ്റു രീതികളെല്ലാം തന്നെ അവർക്കും ഈ ആനുകൂല്യം ലഭിക്കത്തക്ക രീതിയിൽ വരണമെങ്കിൽ മിനിമം ഒരു 20 ടോക്കണെങ്കിലും എടുക്കാൻ തയ്യാറാവുന്നു. ഇപ്പൊ നമുക്ക് ഒരു ഷർട്ട് മേടിക്കുന്ന പൈസ ആവുന്നുള്ളൂ ഒരു ഈ ഇത്രയും വലിയ ജനീയ പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗമാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് സാധാരണപ്പെട്ടവർക്ക് ഇത് വാങ്ങിക്കാൻ പറ്റേണ്ടത്. കാരണം എക്സ്ചേഞ്ചിൽ നമ്മൾ ലിസ്റ്റ് ചെയ്ത് ലോകത്തിന്റെ മുമ്പിൽ ഇതറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ബിസിനസിന്റെ പ്രത്യേകത എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആൾക്കാർ കൂടുതൽ ജോയിൻ ചെയ്യും. അപ്പൊ കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്യുന്ന വഴി ഈ ഇതിന്റെ റേറ്റ് കൂടുതൽ പോവുകയും ഡിമാൻഡ് വർദ്ധിക്കുകയും ചെയ്യും. നമുക്ക് ലിമിറ്റഡ് കോയിൻ മാത്രമേ ഉള്ളൂ. ICO വഴി പുറത്തേക്ക് പോകുന്ന 500 കോടി ടോക്കൺ മനസ്സിലാവും. അപ്പൊ ഈ സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ടും തന്നെയുമല്ല, നമ്മുടെ ബിസിനസിന്റെ ലാഭവിഹിതം ടോക്കണായിട്ട് പോകുമ്പം വീണ്ടും നമ്മുടെ കയ്യിലിരിക്കുന്ന ടോക്കണിന്റെ തീർന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് കഴിയാവുന്ന ടോക്കൺ വാങ്ങിച്ച് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് മാറുകയും ചെയ്യും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും GCD ഒരു കാര്യം ചെയ്യണതിന് മുമ്പ് തന്നെ ഇതിനകത്തേക്ക് പാർട്ടിസിപ്പേഷൻ ചെയ്യാനും ഇതിനകത്തേക്ക് വരികയും അവരൊക്കെ വലിയ വലിയ ഭാഗ്യവാന്മാർ. കാരണം ഇത് ഒരു 1-2 വർഷത്തിന് ശേഷമാണ് നിങ്ങളിത് അറിയണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇതിന്റെ എത്രയോ എത്തി പൈസ മുടക്കുന്നുണ്ട്. അപ്പൊ ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്കൊക്കെ അത് എടുക്കാൻ പറ്റി. 20 ആയിക്കോട്ടെ 100 ആയിക്കോട്ടെ എത്രയായി. അതുപോലെ 8 ജില്ലയുടെ ചെയർമാൻമാർ വന്നു കഴിഞ്ഞു. ഇനി ഇതിന്റെ ബിസിനസിന്റെ ഡെവലപ്മെന്റ് അനുസരിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയുടെ തന്നെ പല ഭാഗത്തേക്കും ജില്ലാ ചെയർമാൻമാരും അതുപോലെ തന്നെ നമ്മുടെ GCD ഫൗണ്ടേഷനും ഇതുപോലുള്ള എല്ലാ കാര്യവും വരും. അതായത് ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ മേഖലയിലേക്കും നമ്മൾ കടന്നു ചെല്ലുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഒരു ബിസിനസ് മാത്രമല്ല. 10 ഫിസിക്കൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ആ 10 പ്രൊജക്റ്റും ജനങ്ങൾക്ക് ആവശ്യമുള്ള മേഖല നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് 1-2 പേർക്ക് ഇവിടെ കോടീശ്വരന്മാരായിട്ടൊരു കാര്യമില്ല. ജീവിക്കുന്ന സമയത്ത് എല്ലാവർക്കും മാന്യമായിട്ട് ജീവിക്കാനുള്ള വരുമാനമുണ്ട്. അതെല്ലാവർക്കും ഗുണകരമായിട്ട് ഭാവിക്കണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. എന്തായാലും ആദ്യം ഈ സമയങ്ങളിലെല്ലാം വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒത്തിരി റിസ്ക്കാണ്. റിസ്ക് എന്ന് പറയുന്നത് ഇത്രയും റിസ്ക് ലോകത്ത് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ക്രിപ്റ്റോ കറൻസിയിൽ നമുക്കറിയാം ട്രേഡിങ് മാത്രമാണ് എല്ലാവരും ചെയ്യുന്നത്. ചില ആൾക്കാർ NFT-യും അല്ലെങ്കിൽ അതിനുള്ള ചില കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നു. പക്ഷെ ഇവിടെ അവർക്ക് ഒന്നും അറിയണ്ട. അവർക്ക് ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ട് എവിടെയെങ്കിലും ഇരുന്നാൽ മതി. പക്ഷെ ഫിസിക്കൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിന് എന്തുമാത്രം റിസ്ക് ഉണ്ട്. റിസ്ക് ആൻഡ് റെസ്പോൺസ്. അത്രയും നമ്മൾ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ വളരെയധികം കഷ്ടപ്പാട് ആദ്യം സഹിക്കേണ്ടത്. പക്ഷെ നമ്മുടെ ഈ പ്രസ്ഥാനം നമ്മളെല്ലാവരും ഒരുപോലെ സപ്പോർട്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിനേക്കാളും എത്രയോ എത്തിയായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകൾക്ക് കിട്ടണം. അത് നിസ്സാര കാര്യമല്ല. നമ്മളിപ്പോ എവിടെ ജോലി ചെയ്താലും അല്ലെങ്കിൽ എവിടെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്താലും നമുക്ക് അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടാവും. എത്തിപ്പിടിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടാവും. പക്ഷെ ഒരു വലിയ ജനകീയ കൂട്ടായ്മയിലൂടെ നമുക്ക് ഏത് കാര്യവും സാധിച്ചെടുക്കാൻ പറ്റും.
അതാണ് നമ്മുടെ GCD കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും നിങ്ങളെയൊക്കെ സപ്പോർട്ടൊക്കെ ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. ഫ്രീ ടൈമിൽ ഇപ്പൊ ഇതിന്റെ ബോർഡ് സൈൻ ചെയ്യാൻ ബോർഡ് വെക്കാനുള്ള ആൾക്കാരൊക്കെ വരുന്നുള്ളൂ. അപ്പൊ അവരെയൊക്കെ കാണാൻ വേണ്ടി വെച്ച് കുറച്ച് ഉറപ്പുണ്ട്. കിട്ടുന്ന സമയം നിങ്ങളോട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താങ്ക് യു.